പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ധ്യാനിക്കുവാനായിട്ട് ക്ഷണിക്കുന്നത് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചന ഭാഗങ്ങളിലൂടെയാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം, ആ ഇഷ്ടം നിറവേറ്റി നിങ്ങൾക്ക് വാഗ്ദാനം പ്രാപിക്കാൻ, അതായത് ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം, നിത്യജീവൻ എന്ന വാഗ്ദാനം പ്രാപിപ്പാൻ നമുക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം താൻ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. താൻ അയച്ചവൻ ആരാണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുകയും അവൻ വഴിയായി നമുക്കെല്ലാവർക്കും ലഭിച്ച നീതീകരണം വഴി സകല മനുഷ്യരുടെ മേലും ദൈവം തൻ്റെ നീതി വർഷിച്ചുകൊണ്ട് എല്ലാവരെയും നീതീകരിച്ചുകൊണ്ട് തൻ്റെ അടുക്കിലേക്ക് ആനയിക്കുകയാണ് കർത്താവ് യേശുക്രിസ്തു വഴി. അതാണ് പിതാവിൻ്റെ ഇഷ്ടം. താൻ അയച്ചവനിൽ വിശ്വസിക്കുകയും അത് നിമിത്തമായിട്ട് വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരണം പ്രാപിക്കുവാനായിട്ട് അവകാശം ലഭിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് നമ്മൾ അർഹരായി തീരുകയും ചെയ്യും. ആ വാഗ്ദത്തം പ്രാപിപ്പാൻ നമുക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അല്ലെങ്കിൽ സഹനശക്തി നമുക്ക് ബലം നൽകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആ വചനത്തിൻ്റെ തൊട്ട് മുമ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം, അതായത് നിങ്ങൾ ഇപ്പോൾ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കർത്താവ് യേശുക്രിസ്തു വഴി അവൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, പിതാവാം ദൈവത്തിൻ്റെ കൃപയുടെ യോഗ്യതയാൽ നിങ്ങളിപ്പോൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോടും കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുകയും ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ അവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തിരുന്നു. ചിലപ്പോഴൊക്കെ നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ അവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു. വീണ്ടും പറയുകയാണ്, തടവിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. അതായത് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടിയുള്ളതായ ഈ ജീവിത പോരാട്ടത്തിൽ നിത്യജീവനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായ നമ്മുടെ ഈ യാത്രയിൽ പലപ്പോഴും നമ്മൾ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അപമാനിതരാക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് പ്രിയം വെച്ച പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ധനം അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സന്തോഷം അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലതും ഈ ലോകത്തിൽ നമ്മൾ ദൃഷ്ടി ഉറപ്പിച്ച് നമുക്ക് പ്രിയം വെച്ച പലതും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും നമ്മളത് സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. ഈ നഷ്ടപ്പെട്ടതിനേക്കാളൊക്കെയും കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായത് എന്ന് നിലനിൽക്കുന്നതുമായ വലിയൊരു ധനം എന്താണത്? ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ. ആ വലിയൊരു ധനം നമുക്ക് ഉണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ട് ഈ ലോകത്തിലെ ഈ കഷ്ടനഷ്ടങ്ങളൊക്കെയും നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കി. അങ്ങനെ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്.
പരിശുദ്ധ പറയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങളെ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും, റോമർക്കെഴുതിയ 5-ാം അധ്യായത്തിൽ നമ്മുടെ കഷ്ടതകളിൽ നാം അഭിമാനിക്കുന്നു എന്ന് നാം ഇതിനു മുമ്പ് അവിടെ വായിച്ച് കേട്ട ഭാഗമാണ്. എന്തെന്നാൽ ഈ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. അതുതന്നെയാണ് ഇവിടെ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ വില, വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഇത് കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഹെബ്രായർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലൂടെ. അവിടെ നമ്മോട് പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം ഉള്ളതിനാൽ, നമുക്ക് ചുറ്റും ചുറ്റും സാക്ഷികളായിട്ട് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നവരും കർത്താവിന് വേണ്ടി കഷ്ടനഷ്ടങ്ങൾ സഹിച്ചവരുമായ അനേക വിശുദ്ധരുടെ സമൂഹം നമുക്ക് ചുറ്റും ഉള്ളതുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. യേശു കർത്താവിലുള്ള വിശ്വാസം വഴി നമ്മുടെ ഭാരവും, നാം ചുമന്നുകൊണ്ടിരിക്കുന്നതായ അമിത ഭാരവും നമ്മുടെ പാപങ്ങളും നമുക്ക് നീക്കിക്കളയാം. എന്നിട്ട് നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരതയോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മൾ ദൈവം വിളിച്ചത്, ദൈവത്തിൻ്റെ നിത്യജീവൻ നമുക്ക് വാഗ്ദത്തം തന്നത്, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഉത്സാഹത്തോടെ, സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർത്തിയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ ഓട്ടം ഓടുവാൻ. നാം മറ്റാരെയും നമ്മുടെ മുമ്പിൽ ഓടുന്നത് കണ്ടല്ല ഓടേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് മുന്നമേ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ഓട്ടപ്പന്തയത്തിൽ പങ്കെടുക്കുവാൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും ആ വിശ്വാസത്തെ പൂർണ്ണതയിലെത്തിക്കാൻ കഴിവുള്ളവനുമായ യേശു കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച്, യേശു കർത്താവ് തനിക്കുണ്ടായ മഹത്വവും തനിക്കുണ്ടായ സന്തോഷവും ഉപേക്ഷിച്ചുകൊണ്ട് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, പിതാവാം ദൈവം കർത്താവ് യേശു ക്രിസ്തു വഴിയായിട്ട് എല്ലാവരിലേക്കും ചൊരിയുന്ന ആ കൃപ, അവൻ്റെ നീതി വെളിപ്പെടുത്തുവാൻ വേണ്ടി പുത്രൻ തൻ്റെ എല്ലാ മഹത്വവും സന്തോഷവും ഉപേക്ഷിച്ചുകൊണ്ട് അപമാനത്തെ വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. പിതാവാം ദൈവം കൽപ്പിച്ചു നൽകിയതായ ആ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. എന്തിനു വേണ്ടിയ? ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരെയും നേടേണ്ടതിന്. അങ്ങനെ അവൻ ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ നമുക്ക് വേണ്ടി സഹിച്ച നമ്മുടെ കർത്താവ് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് എന്ന് നമ്മൾ കണ്ടുകൊണ്ട് നാം ഈ ഓട്ടം മുന്നോട്ട് പോകണം. ആകിയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കേണ്ടതിന്, ഈ ഓട്ടത്തിൽ നിങ്ങളുടെ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കേണ്ടതിന് അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്നും എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിച്ചു കൊള്ളണം. പുത്രനായ യേശു കർത്താവ് തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം പീഡനങ്ങൾ സഹിച്ചു എന്ന് ഓർത്തുകൊണ്ട് നാം നമ്മുടെ മനോധൈര്യം അസ്തമിച്ച് നാം തളർന്നു പോകുവാൻ ഇടവരാതെ ശ്രദ്ധിച്ചു കൊള്ളണം. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ട് കൂടി പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ
ഈ ലോക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് തന്നെ രക്ഷിപ്പാൻ കഴിയുന്ന തൻ്റെ പിതാവിനോട് കണ്ണുനീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. തൻ്റെ ഐഹിക ജീവിതകാലത്ത്, ഈ ലോക ജീവിതകാലത്ത് കർത്താവ് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ദൈവഭയം, ആ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. അങ്ങനെ അവൻ പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. കാരണം യേശുക്രിസ്തു പരിപൂർണനാക്കപ്പെട്ടതുവഴി ഈ സഹനത്തിലൂടെ കർത്താവ് യേശുക്രിസ്തു പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവയായി തീർന്നു. എൻ്റെ സഹോദരന്മാരെ, ക്രൈസ്തവരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ, കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് വെച്ച് തന്നെ വിവിധ തരത്തിലുള്ള സഹനങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയും അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കർത്താവ് യേശു ക്രിസ്തുവും ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ ഈ സഹനത്തിലൂടെ കടന്നു പോവുകയും അതുവഴിയായി അവൻ പരിപൂർണനാക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന നാമം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകാവുന്നതായ എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും യാതൊരുവിധ വിലയും കൊടുക്കാതെ, അതിനെ വകവയ്ക്കാതെ പിതാവാം ദൈവം യേശു കർത്താവിന് കൊടുത്തതായ കുരിശ് അവൻ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ സ്വയം സമർപ്പിച്ചതുപോലെ നമുക്കും നമ്മുടെ പിതാവാം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ, ആ വാഗ്ദത്തം നമുക്ക് പ്രാപിക്കുവാൻ, നമുക്ക് പൂർണ്ണ യോഗ്യത ലഭിക്കത്തക്കവണ്ണം നമുക്ക് നൽകിയിരിക്കുന്നതായ കുരിശ് സ്വയം ഏറ്റെടുത്തുകൊണ്ട് പെറുപെടുപ്പ് കൂടാതെ, മറ്റുള്ളവരെ അവഗണിക്കാതെ, കുറ്റപ്പെടുത്താതെ, മറ്റുള്ളവരുടെ മേൽ ഭാരങ്ങൾ വെച്ചു കൊടുക്കാതെ സ്വയം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ഭാരങ്ങളും നാം ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി തീർന്നുകൊണ്ട് നമുക്ക് ഈ ജീവിതം കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും, അങ്ങനെ സഹനം വഴിയായി ലഭിക്കുന്നതായ ആത്മധൈര്യത്തിലൂടെ പ്രത്യാശ വഴിയായി നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമ്മളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ആയതിന് നമുക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.